എവരിവൺ, ഏൺസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു അഗ്രികൾച്ചർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സിലബസിനകത്തെ പ്ലാന്റ് ബ്രീഡിങ്ങിനകത്ത് വരുന്ന ഒരു പുതിയൊരു മോഡ്യൂൾ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്ലാന്റ് ഫിസിയോളജി അഥവാ ക്രോപ്പ് ഫിസിയോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ എല്ലാ വർഷത്തെ എക്സാമിൽ നിന്നും ഇങ്ങനൊരു ടോപ്പിക്ക് അവർ സിലബസിലെടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ പോലും ക്വസ്റ്റ്യൻസുകൾ വരാറുണ്ട്. ഈ ഹോർമോൺസ് നമ്മൾ പഠിച്ച എത്തിലീനും അബ്സിസിക് ആസിഡും ഇൻഡോബ്യൂട്ടനിക് ആസിഡും പിന്നെ നമ്മുടെ ഗിബർലിക് ആസിഡും ഇങ്ങനെ പറയുന്ന എല്ലാ ഹോർമോൺസിൻ്റെയും ക്വസ്റ്റ്യൻസുകൾ വരുന്ന എല്ലാം പ്ലാന്റ് ഫിസിയോളജി എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്നാണ്. അപ്പോൾ ഇന്ന് നമുക്ക് എന്താണ് പ്ലാന്റ് ഫിസിയോളജി എന്ന് നോക്കാം. ഓക്കെ, ക്രോപ്പ് ഫിസിയോളജി അഥവാ പ്ലാന്റ് ഫിസിയോളജി. ഓക്കെ, അപ്പം എന്താണ് പ്ലാന്റ് ഫിസിയോളജി എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ അയ്യോ ഇതെന്താ സംഭവം ഒത്തിരി ഉണ്ടെന്നൊക്കെ, പക്ഷെ ഒന്നുമില്ല. ഒരു പ്ലാന്റിൻ്റെ അകത്ത് അവർക്ക് ഒരു പ്ലാന്റിനകത്ത് കിളിക്കുന്ന ആ ഒരു പ്ലാന്റ് നട്ട് കഴിഞ്ഞിട്ട് പിന്നെ ആ പ്ലാന്റിനകത്ത് നടക്കുന്ന ഒരു പ്രോസസ്സിങ് ആണല്ലേ, അതിനെയാണ് നമ്മൾ ക്രോപ്പ് ഫിസിയോളജി അല്ലെങ്കിൽ പ്ലാന്റ് ഫിസിയോളജി എന്ന് പറയുന്നത്. അവർ വെള്ളവും ലവണങ്ങളും ഒക്കെ വലിച്ചെടുക്കുന്നുണ്ട്, ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്, ട്രാൻസ്പിറേഷനും നടക്കുന്നുണ്ട്. അങ്ങനെ ആ പ്ലാന്റ്സിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ക്രോപ്പ് ഫിസിയോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ക്രോപ്പ് ഫിസിയോളജിയെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ് ഫാക്ടേഴ്സ്? ഫൈറ്റോ കെമിസ്ട്രി, അതുപോലെ സെല്ലുലാർ ഇൻട്രാക്ഷൻ, മോളിക്കുലർ സെൽ ബയോളജി, പ്ലാന്റ് മോർഫോളജി, എൻവയോൺമെൻറ്റൽ ഇൻട്രാക്ഷൻ, ഇതെല്ലാം തന്നെ പ്ലാന്റ് ഫിസിയോളജിയെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു പ്ലാന്റിൻ്റെ ഗ്രോയ്ക്ക്, നിങ്ങൾ ഒരു പ്ലാന്റ് നന്നായിട്ട് ഗ്രോ ചെയ്യണമെങ്കിൽ അവയ്ക്ക് 3 മെയിൻ പ്രോസസ്സുകൾ വേണം. ഒന്നാമത്തെയാണ് ഫോട്ടോസിന്തസിസ്. നമ്മൾ കുഞ്ഞുനാളിലെ മുതലേ അല്ലെങ്കിൽ ചെറിയ ക്ലാസ് തൊട്ട് തന്നെ നമ്മൾ പഠിച്ച കാര്യമാണ് പ്രകാശ സംശ്ലേഷണം അല്ലേ. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്താണ് ഫോട്ടോസിന്തസിസ് എന്നൊക്കെ. അപ്പം ഒരു പ്ലാന്റിൻ്റെ ഗ്രോയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് എന്ത്? ഫോട്ടോസിന്തസിസ്. അതുപോലെ തന്നെയാണ് റെസ്പിറേഷനും ഒരു പ്ലാന്റിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ട്രാൻസ്പിറേഷനും. അപ്പോൾ ഈ 3 കാര്യങ്ങളും നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഫോട്ടോസിന്തസിസ് എന്താണ്, റെസ്പിറേഷൻ എന്താണ്, ട്രാൻസ്പിറേഷൻ എന്താണെന്നൊക്കെ. അപ്പം അതിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള ഒരു പിക്ചർ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്ലാന്റിൻ്റെ വളർച്ചയാണ് ഈ ഒരു പിക്ചറിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനി നമ്മളുടെ മുന്നിൽ വളരെ കുറഞ്ഞൊരു സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ആഴത്തിൽ നമ്മൾ പണ്ട് പഠിക്കുന്നത് പോലെ ക്രോപ്പ് ഫിസിയോളജിയെ പറ്റി പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് അവസാന എക്സാമിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് ആ സിലബസിൻ്റെ ആ ക്രോപ്പ് ഫിസിയോളജി എന്ന് പറഞ്ഞ പാർട്ട് കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ ഇനി നമുക്ക് നോക്കുന്ന മാക്സിമം അതിനകത്ത് വരാൻ പറ്റുന്ന എക്സാം പോയിൻറ്റ്സുകൾ നോക്കി നമുക്ക് പോകാം. അപ്പം ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പരിചയപ്പെടുന്ന വളരെ കുറച്ച് എക്സാം പോയിൻറ്റ്സുകളാണ്. ഓക്കെ, ആദ്യത്തെ കാര്യമാണ് ആരാണ് പ്ലാന്റ് ഫിസിയോളജിയുടെ ഫാദർ. ഇപ്പം ഫാദേഴ്സും അതുപോലെ ഏത് വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എന്തായാലും നോക്കിയിട്ട് പോവുക. അപ്പം ഫാദർ ഓഫ് പ്ലാന്റ് ഫിസിയോളജി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റീഫൻ ഹാൾസ് ആണ്. ഇപ്പം തന്നെ നിങ്ങൾ എൻ്റെ കൂടെ ഇരുന്ന് പഠിച്ച് തന്നെ പോവുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ എന്താണ് ഫാദർ ഓഫ് പ്ലാന്റ് ഫിസിയോളജി ആരാണ്? സ്റ്റീഫൻ ഹാൾസ് ആണ്. ആരാണ്? സ്റ്റീഫൻ ഹാൾസ്. ഓക്കെ, ഇനി നോക്കിക്കേ, ഫോട്ടോ റെസ്പിറേഷൻ വാസ് ഫസ്റ്റ് ഒബ്സർവ്ഡ് ഇൻ. അപ്പോൾ ഫോട്ടോ റെസ്പിറേഷൻ ഏത് ക്രോപ്പിലാണ് ഫസ്റ്റ് ഒബ്സർവ് ചെയ്തിരിക്കുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ വരാം. കാരണം അതിൻ്റെ ആൻസർ വരുന്നത് ടുബാക്കോ ആണ്. ഇപ്പം നമ്മുടെ കേരളത്തിലെ കാസർഗോഡ് ഭാഗങ്ങളിൽ ടുബാക്കോ കൾട്ടിവേഷൻ കാണപ്പെടുന്നുണ്ട്. അപ്പം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒരു ക്രോപ്പായിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ക്രോപ്പായിട്ട് മാറിയിട്ടുണ്ട് ടുബാക്കോ. അപ്പം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫോട്ടോ റെസ്പിറേഷൻ ആദ്യമായിട്ട് ഏത് പ്ലാന്റിലാണ് ഫോട്ടോ റെസ്പിറേഷൻ ഒബ്സർവ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിലാണ്? ടുബാക്കോയിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് 2 പോയിന്റുകൾ പഠിച്ചു. ഫാദർ ഓഫ് പ്ലാന്റ് ഫിസിയോളജി ആരാണ്? സ്റ്റീഫൻ ഹാൾസ് ആണ്. അതുപോലെ തന്നെ ഫോട്ടോ റെസ്പിറേഷൻ ഫസ്റ്റ് ഒബ്സർവ് ചെയ്തത് ഏതിലാണ്? ടുബാക്കോ പ്ലാന്റിലാണ്. ഓക്കെ, അടുത്ത വരുന്നത് ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട് ഇൻ C3 പ്ലാന്റ്സ്. അപ്പോൾ നമുക്കറിയാം C4 പ്ലാന്റ്സ് ഉണ്ട്, C3 പ്ലാന്റ്സ് ഉണ്ട്, ക്യാം പ്ലാന്റ്സ് ഉണ്ട്. ഇതെല്ലാം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എന്താണ് ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട് ഏതിലെ? C3 പ്ലാന്റിലെ. അത് വരുന്നതാണ് PGA, അതായത് ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. എന്താണ്? ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആണ് ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട് ഏതിലെ? C3 പ്ലാന്റിലെ. ഇനി അടുത്തതിലേക്ക് വരികയാണെങ്കിൽ ലൈറ്റ് സാച്ചുറേഷൻ പോയിന്റ് ഈസ് ഹയർ ഇൻ. അപ്പോൾ ലൈറ്റ് സാച്ചുറേഷൻ പോയിന്റ് ഏറ്റവും ഹൈ ഏതിലായിരിക്കും?
C4 പ്ലാന്റ്സ് ആണ്. ഇപ്പം നമ്മൾ C3 പ്ലാന്റ്സ് പഠിച്ചു, ഇപ്പം നമ്മൾ C4 പ്ലാന്റ്സിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ എന്താണ് C4 പ്ലാന്റ്സിൽ എന്താണ് ഏറ്റവും ഹയർ ലൈറ്റ് സാച്ചുറേഷൻ പോയിന്റ്. അപ്പോൾ ഏതിലാണ് കൂടുതലുള്ളത്? C4 പ്ലാന്റ്സിലായിരിക്കും. അടുത്ത നെറ്റ് പ്രൊഡക്ഷൻ ഓഫ് ATP ഡ്യൂറിങ് ഗ്ലൈക്കോളിസിസ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഗ്ലൈക്കോളിസിസ് സൈക്കിൾ, കാർബൺ സൈക്കിൾ, നമ്മളിതൊക്കെ പഠിച്ച കാര്യമാണ്. അപ്പം നെറ്റ് പ്രൊഡക്ഷൻ ATP ഗ്ലൈക്കോളിസിസിൽ എത്രയായിരുന്നു? 2 ആണ് ആൻസർ. ഇതുപോലൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ വട്ടം വന്നയാളാണ് ഞാനിപ്പോൾ ഇതെടുത്തിട്ടത്. അപ്പം നെറ്റ് പ്രൊഡക്ഷൻ ഓഫ് ATP ഡ്യൂറിങ് ഗ്ലൈക്കോളിസിസ് ഇസ് 2. ഓക്കെ, അടുത്തത് സൈറ്റ് ഓഫ് സൈറ്റോകൈനിൻ സിന്തസിസ്. അപ്പോൾ സൈറ്റോകൈനിൻ സിന്തസിസ് എവിടെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ ഒരു പ്ലാന്റ് ഓൾഡർ ലീവ്സിലാണ് എന്ത് സിന്തസിസ് നടക്കുന്നത്? സൈറ്റോകൈനിൻ സിന്തസിസ് നടക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ പഠിച്ച കാര്യമാണ് സ്ട്രോമ എന്താ, ഗ്രാന എന്താണെന്നൊക്കെ പഠിച്ച കാര്യമാണ് അല്ലേ. അപ്പം ഫോട്ടോസിന്തസിസ് 2. അപ്പോൾ ഫോട്ടോസിന്തസിസ് 2 റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാനയിലാണ്. അപ്പം നമുക്കറിയാം സ്ട്രോമ എന്താ, ഗ്രാന എന്താണെന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യം നമ്മൾ പഠിച്ചതുമാണ്. അപ്പം ഫോട്ടോസിന്തസിസ് 2 ഏതിലാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാനയിലാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത F1 പാർട്ടിക്കിൾസ് ആർ ഫൗണ്ട് ഇൻ. F1 പാർട്ടിക്കിൾസ് എവിടെയാണ് ഒരു പ്ലാന്റിൽ ഫൗണ്ട് ചെയ്തിരിക്കുന്നത്? മൈറ്റോകോൺട്രിയാണ്. മൈറ്റോകോൺട്രിയയ്ക്ക് മറ്റൊരു പ്രയോജനമുണ്ട്, പവർ ഹൗസ് എന്നാണ് അറിയപ്പെടുന്നുണ്ട്. അടുത്തത് എലമെന്റ് ഓഫ് എസെൻഷ്യൽ ഫോർ ബയോസിന്തസിസ് ഓഫ് പ്രോട്ടീൻ. അപ്പോൾ ഒരു എലമെന്റ് വേണം, എന്തിനാണ്? പ്രോട്ടീൻ ബയോസിന്തസിസിന് പ്ലാന്റ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന എലമെന്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഗ്നീഷ്യമാണ്. എന്താണ്? മഗ്നീഷ്യം. അപ്പം ബയോസിന്തസിസിന് അല്ലെങ്കിൽ എന്താണ് പ്രോട്ടീൻ ബയോസിന്തസിസ് പ്ലാന്റ്സിന് ഏറ്റവും കൂടുതൽ വേണ്ടുന്ന എലമെന്റ് ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? മഗ്നീഷ്യമാണ് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. നമ്മുടെ ഫോട്ടോസിന്തസിസിന് ലിമിറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്. ഇപ്പോൾ ഫോട്ടോസിന്തസിസ് പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ട ഫാക്ടേഴ്സ് നമുക്കറിയാവുന്ന കാര്യമാണ്. വെള്ളം വേണം, പ്രകാശം വേണം, കാർബൺ ഡൈ ഓക്സൈഡ് വേണം അല്ലേ. ഇത്രയും 3 കാര്യങ്ങളാണ് ഫോട്ടോസിന്തസിസിന് വേണ്ടുന്ന ലിമിറ്റിംഗ് ഫാക്ടേഴ്സ്. ഇനി അടുത്ത് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരാം. നമുക്കറിയാം ഹൈപ്പർട്ടോണിക് എന്താണ്, നമുക്കറിയാം ഹൈഡ്രോപോണിക് എന്താ, ഹൈപ്പർട്ടോണിക് എന്താ, എയറോപോണിക്സ് എന്താണ് വരാം. പക്ഷേ ഇപ്പം നമുക്ക് നോക്കുമ്പോൾ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ ഇപ്പോൾ ഒരു സംഭവം വന്നപ്പോൾ നമ്മൾ ഹൈപ്പോട്ടോണിക് ഒക്കെ പഠിച്ചതാണല്ലോ, അത് ഏത് സൊല്യൂഷനായിരുന്നു നമുക്ക് ഓർമ്മയില്ലെന്ന് ചോദിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ അതൊരു വീക്ക് സൊല്യൂഷനാണ്. ഏത് സൊല്യൂഷനാണ്? ഭയങ്കര വീക്കായിട്ടുള്ള സൊല്യൂഷനാണ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ. ഇനി അടുത്ത സൈറ്റ് ഓഫ് ഫോട്ടോ റെസ്പിറേഷൻ ഈസ് പ്ലാന്റ്. ഒരു പ്ലാന്റിൻ്റെ എവിടെയാണ് ഫോട്ടോ റെസ്പിറേഷൻ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ ക്ലോറോപ്ലാസ്റ്റിലും അല്ലെങ്കിൽ മൈറ്റോകോൺട്രിയ അല്ലെങ്കിൽ പെർസിക്സോംസിലും ആയിരിക്കും എന്ത് നടക്കുന്നത്? സൈറ്റ് ഓഫ് ഫോട്ടോ റെസ്പിറേഷൻ ഒരു പ്ലാന്റിന് നടക്കുന്നത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി ഒരു വേറൊരു ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ NA എന്താണ്, MH എന്താണ്, IB എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡോർമെൻസി പീരീഡ് ഓഫ് പൊട്ടറ്റോയുടെ ഡോർമെൻസി സ്റ്റേജിൽ അല്ലെങ്കിൽ ഡോർമെൻസി പീരീഡിൽ ഏതൊക്കെ ഹോർമോണാണ് അവിടെ കൂടുതലായിട്ടും ഇൻക്രീസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? നാഫ്തലിൻ അസിറ്റിക് ആസിഡ്, മാലിക് ആസിഡ്, ഇൻഡോൾ ബ്യൂട്ടനിക് ആസിഡും വരും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളുടെ പെട്ടെന്ന് നോക്കാം. അതായത് പ്ലാന്റ്സിനകത്തും വൂണ്ട് ഹോർമോൺ ഉണ്ട്. അതായത് പ്ലാന്റ്സിനെ നമ്മൾ മുറിച്ച് കഴിയുമ്പോൾ അവർ തന്നെ നമ്മുടെ കൈ മുറിയുന്നത് പോലെ തന്നെ പ്ലാന്റ്സിനും അവർക്ക് മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ തന്നെ സെല്ല് ക്രിയേറ്റ് ചെയ്ത് ആ മുറിവ് ക്ലോസ് ചെയ്യും. അപ്പം അതിനെ സഹായിക്കുന്ന ആരാണെന്ന് വെച്ചാൽ ട്രോമാറ്റിക് ആസിഡാണ്. ആരാണ്? ട്രമാറ്റിക് ആസിഡാണ് വൂണ്ട് ഹോർമോൺ എന്നറിയപ്പെടുന്നത്. ആരാണ്? ട്രമാറ്റിക് ആസിഡ്. ഇതൊരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്, വേണമെങ്കിൽ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ എടുത്തിടാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്രാക്കിംഗ് ഓഫ് ടൊമാറ്റോയുടെ ക്രാക്കിങ്ങിന് കാരണം ഏത് ഡെഫിഷ്യൻസി ആണെന്ന്. കൊബാൾട്ടിൻ്റെ ഡെഫിഷ്യൻസി മൂലമാണ് എന്ത് ക്രാക്ക് സംഭവിക്കുന്നത്? ടൊമാറ്റോയിൽ ക്രാക്കിങ് സംഭവിക്കുന്ന ഏത് എലമെൻറ്റിൻ്റെ ഡെഫിഷ്യൻസിയാണ്? കൊബാൾട്ടിൻ്റെ ഡെഫിഷ്യൻസി ഗുണം. ഇനി നമുക്കറിയാവുന്ന കാര്യമാണ് ടൊമാറ്റോ എന്താണ്, സൈലം എന്താ, ഫ്ലോയം എന്താണെന്നൊക്കെ, ഗ്രാന, സ്ട്രോമ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചതാണ്. അതൊരു +2 ബയോളജി തൊട്ട് നമ്മൾ സ്ഥിരം പഠിക്കുന്ന ഒരു കാര്യം. ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ, ട്രാൻസ്പിറേഷൻ, ഇതൊക്കെ നമ്മൾ ഒരു ചെറുപ്പം തൊട്ട് തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗം വെച്ച് കഴിഞ്ഞാൽ ചില പ്ലാന്റ്സിൽ ഡേ ടൈമിൽ സ്റ്റൊമാറ്റോ ഓപ്പൺ ആയിരിക്കും, നൈറ്റ് ടൈമിൽ സ്റ്റൊമാറ്റോ ക്ലോസ് ആയിരിക്കും. ഏതൊക്കെ പ്ലാന്റ്സിലാണ് ഡേ ടൈമിൽ സ്റ്റൊമാറ്റോ ഓപ്പണും നൈറ്റ് ടൈമിൽ സ്റ്റൊമാറ്റോ ക്ലോസും ആവുന്നതെന്ന്? അതായത് ക്യാബേജ്, ഒനിയൻ, പൊട്ടറ്റോ. ക്യാബേജിലും ഒനിയനിലും പൊട്ടറ്റോയിലും എന്താ ചെയ്യുക?
സ്റ്റൊമാറ്റ ഓപ്പൺ ആയിരിക്കും. ഏത് സമയം? ഡേ ടൈമിൽ സ്റ്റൊമാറ്റ ഓപ്പൺ ആയിരിക്കും. ഒരു ഈവനിങ് നൈറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് എന്തായാലും സ്റ്റൊമാറ്റ ഒക്കെ ക്ലോസ് ആവും. അപ്പോൾ ഏതിലാണ്? ക്യാബേജിലും ഒനിയനിലും പൊട്ടറ്റോയിലും പ്രത്യേകമാണിത്. ഇനി അടുത്ത് ചില പ്ലാന്റ്സിൽ സ്റ്റൊമാറ്റ ഫുൾ ടൈം ഓപ്പൺ, രാവിലെയും രാത്രിയിലും ഒക്കെ ഓപ്പൺ ആയിട്ടിരിക്കും. അത് മസ്റ്റാർഡിലും ആൽഫയിലും റാഡിഷിലുമാണ്. ഏത്? സ്റ്റൊമാറ്റ ഓപ്പൺ ത്രൂ ഡേ, അതായത് ഒരു ട്രൂ ഡേ, അതായത് ഒരു ഫുൾ ഡേയിലും അതുപോലെ തന്നെ നൈറ്റിലും എല്ലാം തന്നെ എന്ത് ചെയ്യും? സ്റ്റൊമാറ്റോ ഓപ്പൺ ആയിട്ടിരിക്കും. ഏതൊക്കെ പ്ലാന്റ്സ് ആണ്? മസ്റ്റാർഡ്, ആൽഫ, റാഡിഷ്. ഇവിടെ നമ്മൾ എന്താ പഠിച്ചെന്ന് നോക്കിയേ? സ്റ്റൊമാറ്റോ ആർ ഓപ്പൺ ത്രൂ ഔട്ട് ഡേ, ഒരു ഡേ ഫുള്ള് സ്റ്റൊമാറ്റോ ഓപ്പൺ ആയിരിക്കും. നൈറ്റ് എക്സെപ്റ്റ് ഫോർ ഫ്യൂ ഹവേഴ്സ് ഇൻ ഈവനിങ്. അപ്പോൾ നൈറ്റ് എക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഡേ ടൈമിൽ മൊത്തം സ്റ്റൊമാറ്റോ ഓപ്പൺ ആയിട്ടിരിക്കുന്ന പ്ലാന്റ്സ് ആണ് അല്ലെങ്കിൽ ക്രോപ്പാണ് ക്യാബേജ്, ഒനിയൻ, പൊട്ടറ്റോ വരുന്നത്. ഇനി രാവിലെയും രാത്രിയിലും ഒക്കെ സ്റ്റൊമാറ്റോ ഓപ്പൺ ആയിട്ടിരിക്കും. ഏതാണ്? മസ്റ്റാർഡിലും ആൽഫയിലും റാഡിഷ് പ്ലാന്റിലും. ഓക്കെ, ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന DNA ഫുൾ ഫോം എന്താണ്? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലേ? അപ്പം DNA മെയിൻലി ഒക്കോർ ചെയ്തേക്കുന്നത് എന്താണ്? ക്രോമസോംസ് ആണെന്ന് ഓർത്തിരിക്കുക. DNA സ്ട്രക്ചർ എല്ലാവരും ഓർത്തിരിക്കണം. ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറാണ്. ആരാണ് DNA സ്ട്രക്ചർ കൊണ്ടുവന്നതെന്നും ഓർത്തിരിക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രോപ്പ് ഫിസിയോളജിയുടെ ചെറിയൊരു പോർഷൻ. നിങ്ങൾക്കത് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇനിയും കൂടുതൽ അഗ്രികൾച്ചറിൻ്റെ വീഡിയോയ്ക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗ്രേഡ് 2ൻ്റെ കോഴ്സ് ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. കോഴ്സിന് ജോയിൻ ആവാൻ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്